പണം നാളെ തരാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാളത് ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു മര്യാദ, ഒരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ വസ്തുവിന്റെയൊക്കെ ആധാരം ബേബി ലോൺ ഗ്യാരണ്ടി ബാങ്കിൽ വെച്ചിരിക്കല്ലേ. അപ്പൊ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ബോബിയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായിരുന്നു. ഡാഡിയുടെ കയ്യിലല്ലേ അതുള്ളത്, അതും കൊടുത്താൽ പോലെ. അത് നിനക്കറിയില്ലേ, അവൻ്റെ അപ്പനും അമ്മയും പ്ലെയിൻ ക്രാഷ് മരിക്കുമ്പോൾ അവന് 2 വയസ്സാ. ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥാനത്ത് നിന്ന. അതിൻ്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോടൊരു കടപ്പാട് മോൻ തന്നെ ചോദിക്കുന്ന നല്ലത്. കരിഭൂതത്തിന്റെ കൂടത്തിൽ ഇനി ഡിസിപ്ലിൻ. കരിഭൂതം കൂട്ടിലുണ്ടോ എന്തോ? ദേ വരുന്നു. എല്ലാരും പോയി കൈയും കാലും മുഖവും കഴുകി അത്താഴം കഴിച്ച് മിണ്ടാതെ കിടന്നോണം. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷന്മാരെയൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഡാഡി ഞങ്ങളെയൊക്കെ കുറെ വിരട്ടി വളർത്തിയതല്ലേ, അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചന് വരുന്നത്. വല്യപ്പച്ചനല്ല, കരിമ്പൂതം. അതാണ് അവറ്റകൾ എനിക്കിട്ടിരിക്കുന്ന ഓമനപ്പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിപ്പിനെ കുസൃതി എന്നല്ല പറയേണ്ടത്, കുരുത്തക്കേടുന്ന. യുദ്ധം എങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് വടി പോലെ നിൽക്കും. കുറെ ഞാൻ സഹിച്ചു. ഇനി കൊച്ചുമക്കളാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ടോ ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റെസിഡന്റ് ഹക്സ്ലി സമ്മാനിച്ച ഇത് ഞാനിങ്ങ് എടുത്തു. ഇനി ഇവിടെ എന്നാ കുഴപ്പ വാളിന്റെ കഥ. വാ അവിടെ കേട്ടിട്ട് അയ്യർ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. എനിക്ക് ചിക്കനിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ബേബിച്ചായൻ അപ്പൊ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതല്ലടാ മോനെ, ഞാൻ കടത്തിലാക്കിയ കമ്പനിയാ വലിയ റിസ്കോടെ നീ ഏറ്റെടുത്തിരിക്കുന്നു. നിനക്കൊരു 50 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തുമൊക്കെ ബാങ്കിൽ വെച്ച് 5-6 ലക്ഷം രൂപ ലോൺ എടുക്കണമെന്നൊക്കെ ഡാഡി പറഞ്ഞു. ബേബിച്ചായൻ അടുത്ത മാസം വരുമ്പോ പണം തിരിച്ചു തരാന്നല്ലേ പറയുന്നത്. ബേബിച്ചായൻ വന്ന ശേഷം പണം കിട്ടിയാലും എന്റെ കാര്യം നടക്കും. അതുകൊണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തൽക്കാലം ബേബിച്ചായന്റെ കാര്യം നടക്കട്ടെ. അത് വേണം. വേണം. എനിക്ക് ഈ ലോകത്ത് ഡാഡിയും ബേബിച്ചായനും മാത്രമാണ്. എന്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ. എന്റെ സ്വത്തല്ല, എന്നെ വരെ നിങ്ങൾക്ക് വേണ്ടി പണയം വെക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് എന്നോട് അനുവാദം ചോദിച്ചാൽ എനിക്കിത്തിരി നോവും. ശരി, ചോദിച്ചതിന് മാപ്പ്. എന്താ ഇങ്ങനെ നീ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിന് ഇത്രയും സുഖമില്ലടോ. താൻ അത് കണ്ടോ? 2 അമ്മയുടെ മക്കളാ. പറഞ്ഞാലാണെങ്കിലും വിശ്വസിക്കുമോ? ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് മരിക്കണം. ചായ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഉണ്ടായിരുന്ന താലിമാല പണയം വെച്ച് 1000 രൂപ ഞാൻ മാനേജറിന് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അടുത്ത മാസം തരാമെന്ന്. താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കുത്താൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജരാക്കിയത്.
താൻ 2 മാസമല്ലേ ആയുള്ളൂ ഇവിടെ ജോലി കയറിയിട്ട്. അതിനിടെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും വരെ താൻ കടം വാങ്ങിച്ചു. താൻ ഈ കടമൊക്കെ വാങ്ങിച്ചിട്ട് താൻ മുങ്ങിക്കളഞ്ഞ അവർക്ക് ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിൽ ഞാൻ തന്നേക്കാം, കുട്ടി വെക്കുള്ളൂ. ഡെയ്സി, ഒരാള് പോലും ഇവന് 10 പൈസ കടം കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. അടുത്ത മാസം 20-ാം തീയതി ആ ഓർഡർ മീറ്റ് ചെയ്തില്ലെങ്കിലേ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ഡാഡി ഇടപെടണ്ട. ദേ ഇവൾക്ക് വിട്ടാ മതി. നേരത്തെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ആദ്യം കുറഞ്ഞുള്ള പ്രാക്ടീസ് മതി. ബോബി നോക്കിക്കോളും, അവൻ പറഞ്ഞാലേ അവര് കേൾക്കൂ. മാഷാണല്ലേ, വരൂ. ഇരിക്കൂ, ഞാൻ സ്പെക്സ് എടുക്കുന്നു. സോറി. യെസ്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാം. ഡോണ്ട് വറി. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ, രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാളത് അറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ, മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷെ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചതുങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സുഗന്ധമാണ്. ഇത് കണ്ട, പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ആയി കിട്ടിയാൽ മതി. ഡോണ്ട് വറി. ഓടാടാ, നിക്കടവിടെ. ആഭാസ, ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശ് കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവര് കൊടുത്താൽ മതി. പക്ഷെ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000, എനിക്ക് 14,000, എനിക്ക് 25,000, ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. അതേ ശരിയാവും.
നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും. പിടി വിടറ. എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. വാ പോ. വാ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. ഓഹോ, 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ അധികം പ്രസംഗി തോന്നിയാസം പറയുന്നു. കൈനാട്ടം. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് തുടക്കമാണ്. മാഷ് എത്ര വേണേലും അടിച്ചോ മാഷേ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തുപോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. കാര്യം എന്താ പറയണം? മാഷ് ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായില്ല ഹോളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ആരും അറിയാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ. അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ്. മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്നൊരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു മാഷ്. Shut up. മിണ്ടാതെ കഴിച്ചിട്ട് പോണം. പിള്ളേര് വന്നേ നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂലട പട്ടി. അച്ഛനൊരു സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. Bloody rascal! How dare you talk like this?
എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ തുറക്കൂല. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ അയ്യോ! നിൽക്കൂലടാ. എന്നെ വാളോട് വെച്ച്. അയ്യോ, എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പന്നി. എന്നെ കൊല്ല. പട്ടി പോടാ. എടാ നിനക്കും നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നുണ്ടടാ.